എന്താ കേശവേട്ട രാവിലെ നോക്കി പേടിപ്പിക്കുന്നേ? എന്താടി ഓടവാണല്ലോ. എന്ത് പറ്റി? ജോലി കൂടുതലായിരിക്കും. തോന്നും തോന്നും. ചേട്ടനിപ്പോ ഞങ്ങളെ ഒന്നും വേണ്ടല്ലോ. സൗകര്യം കുടുംബ പഴയതൊക്കെ മറക്കും. ഇപ്പൊ വലിയ മുതലാളിയല്ലേ. നമുക്ക് എന്തോന്ന് നില ചേട്ടാ. അന്നും ഇന്നും കറവ തന്നെ. എല്ലാ കറവക്കാർക്കും മുതലാളിയാകാനുള്ള യോഗം ഉണ്ടാവോ? നീ കരയാതെ കല്യാണി. കേശുവേട്ടിന് പണ്ടത്തെ പോലെ സമയം കിട്ടാഞ്ഞിട്ടല്ലേ? പാല് വാങ്ങിക്കാൻ വന്നവൻ പാല് വാങ്ങിച്ചോണ്ട് പോയാ മതി. അതിനകത്ത് പഞ്ചാരയിട്ട് ഇളക്കണ്ട. അത് പള്ളിക്ക് പുറത്ത്. ചുമ്മാ ചൂടാകാതെ ചമ്മച്ചു. ചെമ്മാശൻ തന്റെ ഈ ഉടുപ്പൂരി കളഞ്ഞാലുണ്ടല്ലോ, ഞാൻ തന്നേക്കാ ചെറ്റേ അറിയാവോ? എന്തോന്ന് അത്ര കിണിക്കാൻ? നിങ്ങള് കുശിനിപ്പോ പെണ്ണുപിള്ളേ അല്ലേ? പാലെടുത്തെങ്കിൽ പൊക്കോ. ചുമന്നോണ്ട് നിക്കാതെ അതാ വാഴച്ചോട്ടിക്കൊണ്ടിറോ അല്ലേ? ആനിയെയും ജോണിയെയും പിള്ളേരെയും ഈ സ്ഥാപനത്തിലെ അംഗങ്ങളായിട്ടാ ഞങ്ങളൊക്കെ കരുതിയിരിക്കുന്നത്, കുടിയെടുപ്പുകാരായിട്ടല്ല. നിങ്ങളിങ്ങനെ ഇൻഡെഫിനിറ്റ് ആയിട്ട് പള്ളിപ്പറമ്പിൽ താമസിക്കുന്നതിനെ കുറിച്ച് സഭയിൽ ചിലർക്കൊക്കെ എതിർപ്പുണ്ട്. 10-14 കൊല്ലമായില്ലേ, ഒഴിഞ്ഞില്ലെങ്കിലോ എന്ന ചിലർക്കൊക്കെ സംശയം. പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞ ഞങ്ങൾ ഈ കുട്ടികളെയും കൊണ്ട് എങ്ങോട്ട് പോവുവച്ചോ? പെട്ടെന്ന് മാറാനല്ലല്ലോ പറഞ്ഞത്, 1-2 കൊല്ലങ്ങൾക്കകം. സമയം പോകുന്നത് അറിയുന്നില്ല അല്ലേ? അനാഥമന്ദിരത്തിന്റെ മതിലും ചാടി രജിസ്റ്റർ കല്യാണവും കഴിഞ്ഞ് പള്ളി വെച്ച് കെട്ടിച്ചേരണമെന്ന് പറഞ്ഞ് രണ്ടും കൂടി ഓടി വന്നത് ഓർമ്മയുണ്ടോ? അന്ന് രണ്ടുപേരും കൂടി പറഞ്ഞത് 2 കൊല്ലത്തിനകം ഒരു കൂര ഉണ്ടാക്കി മാറിക്കൊള്ളാമെന്ന. ജോണിയുടെ സ്വഭാവം അച്ഛനറിയാവല്ലോ. അവന് കിട്ടുന്നത് ചാണ്ടിയുടെ ചാരായ ഷാപ്പിൽ കൊടുക്കാൻ തന്നെ തികയില്ലല്ലോ. നിനക്ക് കിട്ടുന്നതുകൊണ്ട് സ്ഥലം വാങ്ങിക്കുമോ അതോ വീട്ടിൽ ചെലവ് നടത്തുമോ? ആനി വിഷമിക്കണ്ട. ഞാൻ പറഞ്ഞാൽ അരമനയെന്ന് കുറച്ചു കാലത്തേക്കൊക്കെ കേൾക്കും. കുറച്ചു കാലത്തേക്ക് മാത്രം, അത് ഓർമ്മ വേണം. എന്നാ ആനി വെക്കും. ആനി, ഞാനെല്ലാം കേട്ടു. ആനിയുടെ പ്രശ്നം അത് ഒറിയൽ പ്രോബ്ലം തന്നെയാ. ഒരു മദ്യപാനി മനസ്സ് മാറി നന്നാകുക, പിന്നെ അയാൾ പണം മുടക്കി സ്ഥലം മേടിക്കുക, അത് കഴിഞ്ഞ് അവിടെ ഒരു വീട് വെക്കുക, ഇതൊന്നും ഈ സമീപഭാവിയിൽ നടക്കുന്ന കാര്യങ്ങളല്ല. ഞാൻ ആലോചിച്ചിട്ട് നിങ്ങൾ രക്ഷപ്പെടാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. മീനുകുട്ടിക്ക് ഇപ്പൊ എത്ര വയസ്സായി? 12. അയ്യോ, തീരെ കൊച്ചായി പോയല്ലോ. സാരമില്ല, ഞാൻ പറഞ്ഞാൽ ഒരു 3-4 വയസ്സിന്റെ എളുപ്പമൊക്കെ അവരങ്ങ് സമ്മതിക്കും. ആര്? ആനിക്ക് ഇത്രയും കാലമായിട്ട് അറിഞ്ഞൂടെ? എന്റെ ഒരു ഹോബിയല്ലേ അത്, പുണ്യപ്രവൃത്തി. നിർധനരായ സാധു ക്രിസ്ത്യാനി പെൺകുട്ടികളെ നഴ്സിംഗ് ജോലിക്കും പ്രേക്ഷിത വേലയ്ക്കും ഒക്കെ ആയിട്ട് ജർമ്മനി, ഇറ്റലി, ഡെൻമാർക്ക്, ഫ്രാൻസ് അങ്ങോട്ടൊക്കെ അയക്കുക. ആ കുട്ടികളും രക്ഷപ്പെടും, ആ കുടുംബവും രക്ഷപ്പെടും. ടീച്ചറേ, ചതിയാണിത്, ചതി. നഴ്സിംഗിനാണെന്ന് പറഞ്ഞ് ഇവിടുന്ന് പെമ്പിള്ളേരെ കയറ്റി അയച്ചിട്ട് കണ്ട മദാമാരുടെ വിഴുപ്പലകുന്ന പണിയാണ്. പട്ടപ്പാറ അച്ചോ, ആ കളി ഇവിടെ വേണ്ട. അവരുടെ കൊച്ചിനെ അവരെവിടെയും വിടുന്നില്ല. ഇവിടെ തന്നെ പഠിപ്പിച്ച് അവൾ ഇവിടെ തന്നെ കെട്ടിച്ചു വിടാനാണ് പോകുന്നത്, ഇല്ലേ ടീച്ചറേ? ഇയാളുടെ വിട്ടിത്തിലൊന്നും കേട്ട് ആനി പേടിക്കണ്ട. ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ, പിന്നെ നിങ്ങളുടെ ഇഷ്ടം. ജോണി ഇപ്പൊ എങ്ങനെ? പള്ളിയിലേക്കും കാണാറില്ല. കുടിയുണ്ടോ? മദ്യപാനമൊക്കെ നിർത്തിത്തരാം. ഇതിനേക്കാൾ കൊടികെട്ടിയ കുടിയന്മാരുടെ കുടിയൊക്കെ ഞാൻ മുമ്പ് ധ്യാനഗുരുവായിരുന്ന കാലത്ത് നിർത്തിയിട്ടുണ്ട്. ഏതായാലും ജോണിയെ ഞാനൊന്ന് ഉപദേശിക്കാം. അനുവദിക്കൂ. ഇവിടെ കൂടെ ഒപ്പിട്ടെ. ഇത്തിരി അഡ്വാൻസ് വേണമായിരുന്നു. 100 രൂപ മതി. കാല് വയ്യാത്ത ഇളയ ചെറുക്കൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു? അവനൊരു പനിയും മേലായി, മരുന്ന് വാങ്ങിക്കാനാ. കണക്ക് നോക്കിയാ ഇപ്പൊ തന്നെ ഒരു 3-4 മാസത്തെ ശമ്പളം മുൻപറ്റ. അങ്ങനെ അങ്ങോട്ട് കൊടുക്കാൻ തുടങ്ങിയ ഇപ്രാവശ്യത്തോട് കൊടുത്തേക്കൂ. ഓ,
തനിക്ക് വെള്ളടി ഇത്തിരി കൂടുതലാണെന്നാണല്ലോ എല്ലാരും പറയണത്. അത് വെറുതെ ആൾക്കാർ കുശുമ്പ് പറയുന്ന മുതലാളി. വല്ലപ്പോഴും ആ പഴയ നടു. ഡ്യൂട്ടി സമയത്ത് അങ്ങനെ അടിച്ചെന്നറിഞ്ഞ ഈ കളിതമാശയൊക്കെ അങ്ങ് മാറും. ഓ ഇല്ലേ? ആ കൊടുത്തേക്ക്. ശരി. 4 മാസത്തെ മുൻപറ്റുണ്ടാക്കിയ തന്റെ കുടുംബസ്വത്തൊന്നുമല്ലല്ലോ. മതി മതി, ഒന്ന് വണ്ടിയെടു. ഓ റേഡിയേറ്റർ പഴുത്തല്ലോ കൂട്ടാ. ആ നീ ആ പൈപ്പിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് ഒഴിക്കേ. ടീച്ചറെ, ആ ഞാൻ പറഞ്ഞ കാര്യം എന്തായി? ഏത് കാര്യം? നമ്മുടെ ചെക്കൻ്റെ കാര്യേ. അല്ല, അവന് പാട്ടെന്ന് പറഞ്ഞ ഭ്രാന്ത. നമുക്കാണെങ്കിൽ ഇതൊന്നും പഠിക്കാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. ടീച്ചർ അവനൊന്ന് ശരിയാക്കി എടുക്കണം. എല്ലാ ദിവസവും വേണ്ട ടീച്ചറെ, വല്ല ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ഇവിടുന്ന് പോകുന്ന വഴിക്കോ വൈകുന്നേരോ ടീച്ചറിന്റെ സൗകര്യം പോലെ എന്റെ വീട് വഴി കയറിപ്പോയാൽ മതി. ഞാൻ വീടുകളിൽ പോയി പഠിപ്പിക്കാറില്ലല്ലോ. അതെനിക്കറിയാം. പക്ഷേ അത് എന്റെ വീടാണെങ്കിലും ഒരു അന്യ വീടായിട്ട് ടീച്ചർ കരുതരുത്. ടീച്ചറിന് കാശിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാൻ പഠിക്കണ്ട. വേറൊന്നും കൊണ്ടല്ല, 3-4 പിള്ളേരും വെച്ചുകൊണ്ട് ടീച്ചർ വിടുന്ന പാട് ദിവസവും ഞാൻ കാണുന്നതല്ലേ. എന്ത് ചെയ്യാനാ, ജോണി അങ്ങനെ ആയിപ്പോയി. ടീച്ചറെ, പല ദിവസവും രാത്രി അവനെ ഞാൻ അങ്ങോട്ടാ വേണി വണ്ടി പോ. എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ചോദിക്കാൻ പഠിക്കരുതേ. ജോണി, നിർത്തോ. ഒരു കാര്യം പറയട്ടെ. ജോണി, ഒരു കാര്യം പറയട്ടോ. ജോണി, ഇയാൾക്ക് വേറെ പണിയുണ്ട്. ഒരു കാര്യം പറയട്ടെന്ന്. എടോ നിർത്താൻ. ഒരു കാര്യം പറയാനുണ്ടോ, നിർത്താൻ. ഈശോ വിശേഷിക്കാരിക്കട്ടെ. എന്റെ കർത്താവെ, മദ്യപാനികൾക്കെല്ലാം പൂർവാധീന ശക്തിയോടെ മദ്യപിക്കാൻ തോന്നിക്കണമേ. ഒറ്റൊരുത്തിന് മാനസാന്തരം ഉണ്ടാക്കരുത്, എന്നെ പട്ടിണിക്കിടരുത്. അടുത്ത മാസമെങ്കിലും ക്രിസ്ത്യാനിക്കാനുള്ള കാശ് നീ ഉണ്ടാക്കി തരണമേ ദൈവമേ. നീ സത്യമുള്ളവനാണ് തമ്പുരാന്. കണ്ടോ, തിരി കത്തിച്ചപ്പോഴേ നല്ല എണ്ണം പറഞ്ഞ കുടിയാരനൊരുത്തൻ വരുന്ന വരവ് കണ്ടോ. വലുതുകാലം വെച്ച് കയറിയട്ടെ. ആ ഇരിച്ച് കാലടിക്കുന്നതിന് അരമുട്ട മുട്ടയും കിട്ടിയൊന്നും വേണ്ട, തന്റെ കാലിങ്ങട്. ഇന്നെന്താ പതിവില്ലാതെ കാലത്ത് തന്നെ ഭയങ്കര അപകടത്തിന് രക്ഷപ്പെട്ടു വരിക. കടിക്കാണെടുത്തു ചെല്ല് ചെല്ല്. ഇയാൾ ഇവിടെ വന്നു. ഓഹോ, പുറകിലുണ്ടോ? വട്ടപ്പാറയോടാ കളി. ഇങ്ങോട്ട് വന്നോട്ടെ. ഒരടക്കും മറയൊക്കെ വേണ്ട എന്റെ പൊന്നച്ചോ. എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇത് അവിടെ എത്തിക്കില്ലായിരുന്നോ? കയ്യിലുറോ ജോണി. ആര്? ജോണി, എങ്ങനെ? എന്താച്ചോ പ്രശ്നം? ആ ജോണി എവിടെ? ജോണി? ഏത് ജോണി? ആ ജീപ്പിൽ വന്നവൻ. ഓ, ജീപ്പിൽ വന്ന ജോണിയാ? എന്തിനാച്ചാ? അത് ഞാൻ അവനോട് പറഞ്ഞോളാം. ഓ, അപ്പൊ അച്ഛൻ മറ്റേന് വന്നതല്ലേ അല്ലേ? ഓടോ, അവനെ മദ്യപിപ്പിച്ച് കുടുംബം കലക്കുന്നത് താനാണല്ലേ? അച്ഛോ, ഒരു സൈസ് മറ്റേ വർത്താനം പറഞ്ഞത് കേട്ടോ. ഇതെന്റെ ചോറാ. പല കുടുംബങ്ങൾ കഴിഞ്ഞാലേ എന്റെ കുടുംബത്തിനൊരു നിലവിലൂ. എന്റെ പൊന്നച്ചു, അച്ഛനൊന്നും അറിയാൻ. നേരം വെളുക്കേ ഒരു കത്തനാറ് കയറി ഷാപ്പിൽ ഇങ്ങനെ ഇരുന്നാ വിശ്വാസികളായ കുടിയന്മാർ ആരെങ്കിലും എന്റെ കടയിലോട്ട് വരുമോ? അവനെ കാണാതെ ഞാൻ പോകത്തില്ല. അച്ഛനോട് ഇറങ്ങാനാ പറഞ്ഞത്. പറ്റത്തില്ലെന്നാ പറഞ്ഞേ. ഹോൾട്ട്. വട്ടപ്പാറ അച്ഛന്റെ വണ്ടിയല്ലേ ഇത്? അതെ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, വട്ടപ്പാറ അച്ഛന്റെ തനിനിറം നിങ്ങൾക്ക് ഇന്ന് കാണാം. കർത്താവേ,
കരികാലത്ത് ചേത്താന്മാർ അച്ഛന്റെ വേഷത്തിൽ ഇറങ്ങുന്നു പറഞ്ഞു കേട്ടിട്ടുള്ളൂ. ഞാൻ കിടന്ന് വായി തലയ്ക്കണ്ട. ഒരുത്തനെയെങ്കിലും നന്നാക്കിയെടുക്കാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇതുവരെ ഞാൻ മര്യാദ സംസാരിച്ച് ഞാൻ കൈവച്ചു. അങ്ങോട്ട് കൊള്ളം കുടിക്കാൻ നടക്കുന്നു. അല്ല ഇത് പോയില്ലേ? ഞാൻ കുറച്ച് വേണോ? കുറച്ചു നേരം റെസ്റ്റ് ചെയ്തിട്ട്. റെസ്റ്റ് ചെയ്യാനേ? ഇത് റെസ്റ്റ് ഹൗസ് അല്ല, ചാരായ ഷാപ്പാ. അങ്ങോട്ട് ഇറങ്ങി. അല്ലേ ഞാനിവിടെ നമ്മുടെ ജോണിക്ക് കുറച്ച് ഉപദേശം. ചമാച്ച ചമാച്ച ഗീവർഗീസ് മാത്യു. മക്കളെ, ആദ്യം ഓടി വന്ന് ചാച്ചയ്ക്ക് ഉമ്മ വരുന്നവനെ 2 വട. വാ. എന്താ നിന്ന് കളഞ്ഞേ? വാ മക്കളെ. അമ്മയല്ലേ കാലത്ത് പറഞ്ഞത് ചാച്ചി എന്നെ കുടിക്കത്തില്ലെന്ന്. വാടാ. അടുത്ത ആഴ്ച മോലാളിന്റെ കൂടെ വയനാട്ടിൽ പോകും. അപ്പൊ പിന്നെ കുടിക്കാൻ ഒക്കത്തില്ലല്ലോ എന്ന് വിചാരിച്ചു ഇത്തിരി. എനിക്കൊന്നും കേക്കണ്ട. ഇത് കൊണ്ടുപോയി നീ മക്കൾക്ക് കൊടുക്കണം. നേരിട്ട് അങ്ങ് കൊടുത്തേച്ചാ മതി. കുളിച്ചിട്ട് വാ, അത്താഴം വിളമ്പാം. കുഞ്ഞുങ്ങൾ വല്ലതും കഴിച്ചോ? അവര് കഴിച്ചതാ. നീയോ? അനി, നാളെ മുതൽ നിന്നാണ് ഞാൻ. വാ.